ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ സുഹൃത്ത്, അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ, ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ വളരെ പ്രിയപ്പെട്ട ഒരുപാട് വ്യക്തികൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മുടെ കൂടെ എന്നും ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ പലപ്പോഴും ഒരു റിലേഷൻഷിപ്പാണ് പല കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമായിരിക്കും അത് ഹെൽത്തിയായി മുന്നോട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ അവരെല്ലാം നമ്മുടെ കൂടെ ഒരുപാട് നാൾ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികൾ നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകുന്നതിന് വേണ്ടി നിങ്ങളോടൊപ്പമുള്ള ലൈഫ് അവർക്ക് ഏറെ ഇഷ്ടമാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ചെലവില്ലാതെ അല്ലെങ്കിൽ അത്ര എഫേർട്ട് ഒന്നും എടുക്കാതെ തീർച്ചയായും നിങ്ങളുടെ ബിഹേവിയറിൽ ഇനി പറയാൻ പോകുന്ന ഈ 3 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ വളരെയധികം പ്രിയപ്പെട്ടതായി കാണും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങൾ വളരെയധികം ഒരു സ്പെഷ്യൽ പേഴ്സൺ ആയി മാറും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കേസ് എന്താണെന്നുള്ളത് കൃത്യമായി വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീം നിങ്ങളെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്നതാണ്. എനിവേസ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ബിഹേവിയർ, അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഗുഡ് ഫീൽ കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുമായി സംസാരിച്ചു കഴിഞ്ഞാൽ ഉള്ള എനർജി കൂടി പോവും, അല്ലെങ്കിൽ വളരെയധികം ഡ്രെയിൻഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്, ഒരു ടയേർഡ് ആണ് ഫീൽ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഗുഡ് ഫീൽ ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ അവരോടൊപ്പം ഉള്ള ടൈം വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ് അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാ ടെൻഷനും മറക്കും. പിന്നീട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിലായിരുന്നോ എന്നുള്ളത് പോലും വീണ്ടും ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണ്. അത്രത്തോളം റിലാക്സ്ഡ് ആണ് അവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറയുന്നതും നേരത്തെ പറഞ്ഞ കാര്യവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ രണ്ടാമത് പറഞ്ഞ ഒരു ഫീലിംഗ് ആണ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. ഒരു ഗുഡ് ഫീൽ ആണ്, ഒരു റിലാക്സേഷൻ ആണ് നിങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ. ഇതിന് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. പലപ്പോഴും ഇങ്ങനെ മെമ്മറബിൾ ആക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇത്രത്തോളം റിലാക്സ്ഡ് ആക്കുന്നതിന് വേണ്ടി ഒരുപാട് തമാശ പറയണം അല്ലെങ്കിൽ അവരെ പൊട്ടിച്ചിരിപ്പിക്കണം എന്നൊന്നുമില്ല. അവരുടെ ലിമിറ്റേഷൻസിലേക്ക് നോക്കാതെ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേട്ടിരിക്കുക. അതുപോലെ തന്നെ അവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സജഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ലിമിറ്റേഷൻസ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക, അവരെ ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക, പകരം അവരെ എൻകറേജ് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളോടൊപ്പമുള്ള സംസാരം അവർ ഏറെ ആസ്വദിക്കും. മാത്രമല്ല നിങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ ഒരു ഗുഡ് ഫീൽ ലഭിക്കുകയും ചെയ്യും. വീണ്ടും നിങ്ങളെ കാണുന്ന സമയത്ത് അവർക്ക് മുഖം ചുളിക്കാനോ അല്ലെങ്കിൽ മുഖം തിരിച്ച് നടക്കാനോ ഉള്ള ഒരു പ്രവണത ഒരിക്കലും ഉണ്ടാകില്ല. നേരെ മറിച്ച് നിങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടി അവർ ഏറെയധികം ആഗ്രഹിക്കും, ഇഷ്ടപ്പെടും. അതിനുവേണ്ടി അവരുടെ ലൈഫിൽ അവർ ടൈം കണ്ടെത്തും എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഒരു ഗുഡ് ഫീൽ കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തിയായി അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എന്നും കൂടെ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് കാര്യം. ഇനി രണ്ടാമത്തെ ഒരു ബിഹേവിയർ, നിങ്ങളുടെ ഭാഗത്തു നിന്നും ആ റിലേഷൻഷിപ്പ് കുറെ കൂടി ഗ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ മസ്റ്റാണ്. ഒന്ന്, നിങ്ങളുടെ ടൈം, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ലവ്. ഈ 3 കാര്യങ്ങളും കൃത്യമായ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പേഴ്സണിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയോടൊപ്പമുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഗ്രോത്ത് ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം കണ്ട് പരിചയപ്പെട്ട ആ ഒരു വ്യക്തി ആയിരിക്കില്ല, മറിച്ച് നിങ്ങൾക്ക് അവരെ കുറിച്ച് എല്ലാം അറിയും. അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ, അവരെപ്പോ ദേഷ്യപ്പെടും, അവരെപ്പോ ചിരിക്കും, അവർക്ക് എന്താണ് ഇഷ്ടം, അവർക്ക് എന്താണ് ഇഷ്ടമല്ലാത്തത്, ഇങ്ങനെ അവരെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കും. അതുമാത്രമല്ല നിങ്ങളെ കുറിച്ച് ആ വ്യക്തിക്കും ഒരു ധാരണ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. കൂടാതെ ആ റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഈ 3 കാര്യങ്ങളും കൃത്യമായി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു എഫേർട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാന്നുള്ളതാണ്. ടൈം എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഒരു ചെറിയൊരു ഭാഗം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ടൈം അവർക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുന്നുണ്ടോ?
അവരോടൊപ്പം ക്വാളിറ്റി ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ? അതോ കാണുന്ന സമയത്തെല്ലാം വഴക്കാണോ ഉണ്ടാകുന്നത്? അതോ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ അവരോടൊപ്പമുള്ള നല്ല മെമ്മറീസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? പരസ്പരം ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ? പരസ്പരം എൻകറേജ് ചെയ്യുന്നുണ്ടോ? ഇത്തരത്തിലൊരു ക്വാളിറ്റി ടൈം ആണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവായ കാര്യമാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ ലവ്, നിങ്ങൾക്കുള്ള ഫീലിങ്സ് നിങ്ങളത് കൃത്യമായി എക്സ്പ്രസ് ചെയ്യുന്നുണ്ടോ? പലപ്പോഴും സ്നേഹമുണ്ട് എന്ന് പറയും, എന്നിട്ട് മനസ്സിൽ അത് വെക്കും, ഒരിക്കലും എക്സ്പ്രസ് ചെയ്യില്ല. പലപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. സോ ഈ 3 കാര്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിട്ടാണോ അതോ ഹെൽത്തി അല്ലാതെയാണോ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടല്ല, ചില കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ സംസാരിക്കാറില്ല, അല്ലെങ്കിൽ അത് അവർ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ച് വിട്ടുകൊടുക്കുന്നതാണ് പതിവ്, അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഒരു ബിഹേവിയർ, അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ, അങ്ങനെ പെരുമാറിയിട്ടും ആ റിലേഷൻഷിപ്പ് ഹെൽത്തി അല്ല എന്നുണ്ടെങ്കിൽ ആ ബിഹേവിയറിൽ ചെറിയൊരു ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ റിലേഷൻഷിപ്പ് പ്രശ്നം സോൾവ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല, ഇങ്ങനെ ഓപ്പണായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ്. സോ ഇത്തരത്തിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്, അൺഹാപ്പിനെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ആ റിലേഷൻഷിപ്പിൽ പിന്നീട് സ്ഥാനമില്ലാതെയാവും. ആ റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. സോ ടൈം, എനർജി ആൻഡ് ലവ്, ഈ 3 കാര്യങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് കറക്റ്റ് റേഷ്യോയിലാണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇനി 3ാമത്തെ കാര്യം, അവരുടെ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഹെൽപ്പ്, അല്ലെങ്കിൽ ഒരു സർപ്രൈസ്, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ഒരു പ്രസൻസ് ആഗ്രഹിക്കുന്ന സമയത്ത് അവരുടെ ഭാഗത്തുനിന്നും അതിനുള്ളൊരു എഫേർട്ട് അവരെടുത്ത് നിങ്ങൾ അവരുടെ ആ പ്രസൻസ് നിങ്ങൾക്ക് നൽകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് അവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാറുണ്ടോ എന്നുള്ളതാണ് 3ാമത്തെ കാര്യം. പലപ്പോഴും ഏറ്റവും അടുത്ത വ്യക്തിയല്ലേ, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയല്ലേ, അല്ലെങ്കിൽ എന്നെ നന്നായി അറിയാവുന്ന ഒരു വ്യക്തിയല്ലേ എന്നൊക്കെ കരുതി നമ്മളിങ്ങനെയുള്ള താങ്ക് യു, അല്ലെങ്കിൽ സോറി, അല്ലെങ്കിൽ നമുക്ക് അവരോടുള്ള ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അവരുടെ പ്രസൻസ് നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതൊക്കെ പറയാൻ മറന്നു പോകുന്നു, അല്ലെങ്കിൽ അത് പറയണോ എന്നുള്ളൊരു ചിന്ത കാരണം പലപ്പോഴും പ്രകടിപ്പിക്കാറില്ല എന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും നിങ്ങളത് പറഞ്ഞു കേൾക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു ഗുഡ് ഫീല്, അത് അവർക്ക് ഉണ്ടാക്കുന്ന ഒരു ഗുഡ് ഫീൽ എന്ന് പറയുന്നത് അത് വേറെ തന്നെ ആയിരിക്കും. പലപ്പോഴും ഇങ്ങനെയുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഒരു സോറി, താങ്ക് യു, ഇതൊന്നും പറയാതെ അത് വളരെ ഫോർമാലിറ്റി ആയി പോവും, അല്ലെങ്കിൽ ഞങ്ങൾക്കിടയിൽ ആ ഒരു ഫോർമാലിറ്റി ആവശ്യമില്ല എന്നൊക്കെ കരുതിക്കൊണ്ടായിരിക്കാം. ഇവിടെ ഇതൊരു ഫോർമാലിറ്റി എന്നതിലുപരി നിങ്ങൾക്ക് അവരോട് തോന്നുന്ന ഒരു ഫീലിങ്സ് ആണ്. അത് ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കാം, ലവ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു അറ്റൻഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സ്നേഹമായിരിക്കാം, ഒരു ഇഷ്ടമായിരിക്കാം. അത് നമ്മൾ അവരോട് പ്രൊവൈഡ് ചെയ്യുന്നു, അത് എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മളൊരു ലിമിറ്റ്, അല്ലെങ്കിൽ അതൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് കരുതേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് തോന്നുന്നുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും അവരും അങ്ങനെ ഒരു വാക്ക് കേൾക്കാനോ, അല്ലെങ്കിൽ അവരുടെ സ്ഥാനം, അല്ലെങ്കിൽ അവരുടെ ഒരു വാല്യൂ, അവരുടെ പ്രസൻസ് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് അനുഭവപ്പെടുന്നത് എന്നൊക്കെ അറിയാനുള്ള ആഗ്രഹം ഒരു പക്ഷെ അവരുടെ മൈൻഡിലും ഉണ്ടായിരിക്കാം. അവരത് ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നേ ഉണ്ടായിരിക്കുള്ളൂ. സോ ഇവിടെ പരസ്പരം നിങ്ങൾക്ക് തോന്നുന്ന ഫീലിങ്സുകൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അതൊരു ഗ്രാറ്റിറ്റ്യൂഡ് ആണെങ്കിലും, അവരൊരു ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്തു തന്നതാണെങ്കിൽ അതിനുള്ള ഒരു നന്ദിയാണെങ്കിലും ഒക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ 3 കാര്യങ്ങളും, ഈ ഒരു 3 ബിഹേവിയർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയുമായി ഇടപഴകുന്ന സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ചെറിയ രീതിയിലെങ്കിലും ഒന്ന് ആഡ് ചെയ്യാൻ, നിങ്ങളുടെ ലൈഫിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ ഹെൽത്തിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളത് ഷുവറായ ഒരു കാര്യമാണ്. ബിക്കോസ് ഈ 3 ബിഹേവിയേഴ്സിൽ ഈ പറഞ്ഞതിലേറെ ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ്ഡ് ആണ്. പരസ്പരം തുറന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളെല്ലാം ഒഴിവാകുന്നുണ്ട്. മാത്രമല്ല അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഗുഡ് ഫീൽ കിട്ടുന്നുണ്ട്, ഗുഡ് മെമ്മറീസ്, നിങ്ങളില്ലാത്ത സമയത്തും നിങ്ങളുടെ ആബ്സെൻസിലും നിങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കാനുള്ള ഒരുപാട് ഗുഡ് മെമ്മറീസ് ഉണ്ടായിരിക്കും. നിങ്ങളെ വളരെയധികം മനസ്സിലാക്കാനുള്ള ഒരു സ്പേസ് അവർക്ക് ലഭിക്കുന്നുണ്ട്. അവർക്ക് തനിച്ച് അവരുടെ ഒരു ഇൻഡിവിജ്വലി അവർക്ക് ഗ്രോ ചെയ്യാനുള്ള ഒരു സ്പേസ് അവർക്ക് ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു റിലേഷൻഷിപ്പിൽ ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻഡയറക്റ്റ്
ഇൻഡയറക്ട്ലി ഈ ഒരു 3 ബിഹേവിയറിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തിയുമായിട്ട് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ഇടപഴകുന്ന സമയത്ത് ഈ 3 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എനിവേസ്, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്